ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് 25 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 7 വീക്സിൻ്റെ ചാലഞ്ച്, അതായത് ഒരു റിവിഷൻ ചാലഞ്ച് എന്നൊക്കെ പറയുന്നത് വീക്ക്ലി ആണ് നമ്മൾ തന്നത് അല്ലേ. ഓരോ വീക്കിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓരോ ഡേയിലും നോക്കാൻ പോകണം. 25 ദിവസവും നമ്മൾ എന്തൊക്കെ പഠിക്കണം, അങ്ങനെ 25 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഇന്നത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീക്ക്ലി ചാലഞ്ച് എന്ന് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാവും. കാരണം LGS എക്സാം അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് വേറെ പഠിക്കാനുണ്ടായിരുന്നു, വേറെ എക്സാംസിന് വല്ലതും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരുന്നിരിക്കാം, ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു 25 ഡേയ്സിൻ്റെ എന്നുള്ള രീതിയിൽ, കാരണം എക്സാമിനോട് അടുത്തല്ലോ, സെക്രട്ടേറിയറ്റ് എക്സാം അടുക്കാറായി. December 28th സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, December 13th ഹാൾ ടിക്കറ്റ് വരിക. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആർക്കൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം എന്ന്. അപ്പോൾ നമ്മളൊരു ഏകദേശം കണക്കിട്ടിട്ടാണ് 25 ഡേയ്സിൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഡേയിലും നമ്മൾ ഓരോ പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം പറയുന്ന പോർഷൻ അത് വളരെയധികം കൂടുതലാണ്, ഒറ്റ ദിവസം കൊണ്ട് തീരുന്നില്ല എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അടുത്തൊരു ഡേയിലേക്കും കൂടെ എന്ത് ചെയ്യാം, മാറ്റാം. അപ്പോൾ എക്സാം നിങ്ങളുടെ എന്ന് വരുന്നു എന്നുള്ള രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഈ സ്റ്റഡി പ്ലാനിൽ വരുത്താട്ടോ, നിങ്ങളുടേതായ രീതിയിൽ. ഇത് നമ്മളുടേതായ രീതിയിലുള്ള ഒരെണ്ണം നമ്മൾ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് കൂടുതൽ സമയം, കൂടുതൽ ദിവസം കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. 25 എന്നുള്ളത് ഒരു കുറച്ച് ദിവസം കൂടെ എക്സ്ട്രാ ഒരു 30 ഡേയ്സ് ആക്കി നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം, അവിടെ തെറ്റൊന്നുമില്ല. 30 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ദിവസം പഠിക്കുന്നത് കുറച്ചുകൊണ്ട് നമുക്ക്, അതായത് പോർഷൻസ് വേറെ വേറെ പോർഷൻസ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ എക്സാമിനോട് കണക്കാക്കി ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ സ്പീഡ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ കുറവാണെന്നോ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിനനുസരിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സൈറ്റ് സെറ്റിംഗ്സിൽ, ഇതിൻ്റെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ സൈറ്റ് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് നോർമലി നിന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, പിന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ കറണ്ട് അഫയേഴ്സ്. ആദ്യമേ തന്നെ പറയട്ടെ, 25 ഡേയ്സിലും കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ടച്ച് ചെയ്ത് പോകണം. അതുപോലെ തന്നെ മാത്സിലെ പോർഷനും എല്ലാ ദിവസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റുള്ള പോർഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം എന്താണ് ഭയങ്കര, അതായത് ഒരു പോർഷൻ നമ്മൾ വായിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം അത് ഇങ്ങനെ മടുക്കുമല്ലോ, കുറച്ച് നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും അത്രയൊക്കെ നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കുറച്ച് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് മാത്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. അപ്പോൾ അത് മാത്സ് നമ്മൾ എല്ലാ ദിവസവും പറ്റാവുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേയിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ഡേയിൽ വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ലസാഗു, കറണ്ട് അഫയേഴ്സ്. സെക്കൻഡ് ഡേയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം മാത്രമായിട്ട് വെക്കാൻ കാരണം അത് കുറേ അധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ എന്താണ്, അത് അത്യാവശ്യമുള്ളത് കൊണ്ട് കുറച്ചത് പഠിച്ചതിന് ശേഷം മാത്സ് കുറച്ച് ചെയ്ത് നോക്കുക, ലസാഗു സംബന്ധമായിട്ടുള്ളതൊക്കെ, കുറച്ച് കറണ്ട് അഫയേഴ്സും ഒക്കെ വീണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് നോക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേറെ വല്ലതും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് തേർഡ് ഡേയിൽ ഒരു പൗരന്റെ അവകാശങ്ങൾ, അതുപോലെ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, ഉസാഖ, കറണ്ട് അഫയേഴ്സ്, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഫോർത്ത് ഡേയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്, പിന്നെ ദ്രവ്യവും പിണ്ഡവും, പിന്നെ ഭിന്നസംഖ്യകൾ, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു പോലില്ല, എല്ലാ ദിവസവും ഉണ്ട്. CA എന്നിട്ടേക്കുന്നത് അതാണ് കേട്ടോ. ഇനി ഫിഫ്ത്ത് ഡേയിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും ദശാംശ സംഖ്യകൾ. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വിറ്റാമിൻസിനെ സംബന്ധിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ സിക്സ്ത് ഡേയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, വർഗവും വർഗ്ഗമൂലവും. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്ററി പാർട്ട് ഉള്ളതിൽ കുറച്ച് ആ ഒരു ദിവസം തന്നെ വേറെ അധികം കയറ്റിയിട്ടില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അത് കുറേയധികം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, വർഷം നോക്കണം, അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട്. ഇനി 7th ഡേയിൽ ഇന്ത്യൻ അതിർത്തികളും അതിരുകളും ശരാശരി. അപ്പോൾ 7th ഡേ നമ്മുടെ ഒരു വീക്ക് അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ആ ഒരു കറണ്ട് അഫയേഴ്സ് അതൊക്കെ പറഞ്ഞതോടൊപ്പം തന്നെ PYQs ചെയ്യാം. ഓക്കെ, ഓരോ ആഴ്ച കൂടുന്തോറും PYQs മസ്റ്റ് ആയിട്ട് ചെയ്യണം, റിവിഷനും ചെയ്യണം. അതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് വീക്ക്ലി ആണ്. ഇപ്പോൾ ഈ 7th ഡേയിൽ കണ്ടത് നമ്മൾ ഇനി 14th ഡേയിലായിരിക്കും PYQs ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇനി 8th ഡേയിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ ശരാശരി, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ദേശീയ പ്രസ്ഥാനങ്ങൾ കുറേയധികം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് മാത്രമായിട്ട് വെച്ചത്. ഓക്കെ, ദെൻ 9th ഡേയിൽ അയിരുകളും ധാതുക്കളും, ലാഭവും നഷ്ടവും. ഓക്കെ, ഞാൻ അഗൈൻ പറയുന്നു, കറണ്ട് അഫയേഴ്സ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നില്ല, CA എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ 10ാമത്തെ ദിവസം ഒരു പൗരന്റെ കടമകൾ, കേരളത്തിലെ നദികൾ. ഓക്കെ, നദികൾ കുറച്ചധികം ഉണ്ട്, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കുറച്ച് നോക്കുക.
ദെൻ 11th ഡേയിൽ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതികൾ, ലാഭവും നഷ്ടവും. 12th ഡേയിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രവൃത്തിയും ഊർജ്ജവും സമയവും ദൂരവും. 13th ഡേയിൽ എഗൈൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇട്ടിട്ടുണ്ട്. കാരണം അത് കുറച്ചധികം പേരുള്ളത് കൊണ്ടും അവരുടെ ഫാക്ട്സ് ഒക്കെ കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ദെൻ രോഗങ്ങളും രോഗകാരികളും, സമയവും ദൂരവും. ആ സമയവും ദൂരവും റിപ്പീറ്റഡ് ആയിട്ട് ഇടാൻ കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എല്ലാ ടൈപ്പും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചിട്ടാണ് അതിട്ടത് കേട്ടോ. അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നില്ല. ദെൻ 14th ഡേയിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ചിഹ്നം, ദേശീയ ചിഹ്നം, ദേശീയ ഗീതം, ദേശീയ ഗാനം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്. ദെൻ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. പിന്നെ 14th ഡേയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ PYQs റിവിഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 15th ഡേയിൽ കേരളത്തിലെ കായലുകൾ, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. ഓക്കെ. ദെൻ 16th ഡേയിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും ശ്രേണികൾ. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വീണ്ടും ഇടാൻ കാരണം, വീണ്ടും ഒരു ദിവസം 2 ദിവസമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം കുറച്ചധികം ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ദെൻ 17th ഡേയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ദെൻ ഊർജ്ജവും അതിന്റെ പരിവർത്തനവും എന്നുണ്ട് കേട്ടോ. ദെൻ 18th ഡേയിൽ ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ സമാന ബന്ധങ്ങൾ. 19th ഡേയിൽ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, മനുഷ്യാവകാശ കമ്മീഷൻ, തരംതിരിക്കൽ. 20th ഡേയിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ. അത് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകൾ എല്ലാം തന്നെ നോക്കുക വേണം കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. ദെൻ താപവും ഊഷ്മാവും, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. പിന്നെ 21st ഡേയിൽ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ഒറ്റയാനെ കണ്ടെത്തൽ. പിന്നെ 21st ഡേ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി റിവിഷൻ, അതുപോലെ തന്നെ PYQs ചെയ്യുക എന്നുള്ളതാണ്. 22nd ഡേയിൽ വിവരാവകാശ കമ്മീഷൻ, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതൊക്കെയാണ് വരിക. ദെൻ 23rd ഡേയിൽ കേരളത്തിലെ വനങ്ങളും വനവിഭവങ്ങളും, ശബ്ദവും പ്രകാശവും. 24th ഡേയിൽ കേരളത്തിലെ മത്സ്യരംഗം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, സൗരയൂഥവും സവിശേഷതകളും. 25th ഡേയിൽ നമ്മൾ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ് ഇട്ടേക്കുന്നത്. അതിൽ PYQs റിവിഷനും കൂടി ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് 25th ഡേ എന്ന് പറയുന്നത് ആയതുകൊണ്ട് PYQs റിവിഷൻ എല്ലാം കൂടെ കഴിഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അഗൈൻ പറയുന്നു, ഇതിൽ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്ക് എക്സ്ട്രാ ഡേയ്സ് അങ്ങനെ കണക്കാക്കിയിട്ട് ഒരു 30 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇത് ഡെയിലി എന്തൊക്കെ പഠിക്കണം എന്നത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു 25 ഡേയ്സിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ വീക്ക്ലി ചലഞ്ച് ഒക്കെ മുൻപത്തേൽ പറഞ്ഞല്ലോ, അത് ഒരു വീക്കിലും എന്തൊക്കെ പഠിക്കണം എന്നാണ് പറഞ്ഞത്, സ്പെസിഫിക് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള വീക്സിൻ്റെ പറയാട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ബേസിക് ആയിട്ട് എല്ലാവരും കറണ്ട് അഫയേഴ്സ് നല്ലവണ്ണം നോക്കുക. കഴിഞ്ഞ LGS പരീക്ഷയൊക്കെ അത്യാവശ്യം ടഫായിരുന്നു, GK എല്ലാവർക്കും പാടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫയേഴ്സും അതുപോലെയുള്ള GK ഫാക്ട്സും ഒക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. കാരണം ആ ഒരു ലെവലൊക്കെ കൂടി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.